യുഎസുമായുള്ള സമാധാന ചർച്ചയിൽ യാതൊരു പുരോഗതിയും ഇല്ലെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി. എന്നാൽ ഈ വാരാന്ത്യത്തോടെ ഒരു കരാറുണ്ടാകും എന്നാണ് ട്രംപിന്റെ അവകാശവാദം. ചർച്ചയിൽ നല്ല പുരോഗതി ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. Some people would say they were slightly provoked because we took a strong action for a different reason. So they were reciprocating it. Mr. President, can you explain why the negotiation itself has gone very well, actually. Very well. Mr. President, it could happen. I mean, if it happens, and it might not happen, who knows? But if it happens, it could happen like over the weekend. അജയ്, ട്രംപ് ഇത് തന്നെയാണ് പറയുന്നത്. ഇടയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായെങ്കിൽ പോലും ശുഭസൂചനയാണ്, ചർച്ച ഉണ്ടാവും, ഈ വാരാന്ത്യത്തോടു കൂടി തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷേ ഇറാൻ അങ്ങനെയൊന്നുമല്ല പറയുന്നത്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. ട്രംപിൻ്റെ വീണ്ടും ഒരു കള്ളമായിട്ട് തന്നെ ഇത് എടുക്കേണ്ടി വരുമോ? ട്രംപ് പറഞ്ഞ വാക്കുകളിൽ പല കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുവൈറ്റിന് നേരെ നടന്നിട്ടുള്ള ആക്രമണത്തെ പറ്റി മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചിരുന്നു. എന്നാൽ അതിനെ ഒരു നിസ്സാരവൽക്കരിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് ട്രംപിൽ നിന്നുണ്ടായത്. ട്രംപ് പറഞ്ഞത് മേഖലയിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയ പ്രകോപനങ്ങൾക്ക് അമേരിക്ക തക്കതായിട്ടുള്ള തിരിച്ചടി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് വലിയ തരത്തിലുള്ള ഒരു ആക്രമണമായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ചില റിയാക്ഷൻസ് മാത്രമാണ് ഈ ഉണ്ടായതെന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഇറാന്റെ ഈ ആക്രമണത്തെ വെറും റിയാക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒഴിവാക്കി വിടാനുള്ള ഒരു ശ്രമം ട്രംപിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇതിനു മുൻപേ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കാനും അതിലൂടെ ഇറാന്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇമേജ് നശിപ്പിക്കാനും ട്രംപ് പല ആവർത്തി ശ്രമിച്ചിരുന്നു. അപ്പോൾ ട്രംപിന്റെ ഇപ്പോൾ കാണിക്കുന്ന ഈ മിതത്വം, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ യുദ്ധത്തിൽ നിന്ന് എത്രയും വേഗം ഒഴിഞ്ഞു പോകാൻ തന്നെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അതിന് ഇറാന്റെ സഹകരണം കൂടി തീർച്ചയായിട്ടും ആവശ്യമാണ്. അതിനാൽ തന്നെ ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കാതെ ഒരു കരാറിലേക്ക് എത്രയും വേഗം എത്തിച്ചേരാനുള്ള ഒരു ശ്രമത്തിലാണ് അമേരിക്ക എന്ന് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ട്രംപ് പറയുന്നത് ഈ വാരാന്ത്യത്തോടെ ചിലപ്പോൾ ഒരു സമാധാന കരാർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്നുമാണ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി പറയുന്ന മറ്റൊന്നാണ്. അബ്ബാസ് അരക്ചി വ്യക്തമാക്കുന്നത് അമേരിക്കയുമായിട്ടുള്ള ചർച്ചകളിൽ യാതൊരു പുരോഗതിയുമില്ല. അവർക്ക് യുദ്ധത്താലും അതുപോലെ തന്നെ നിരവധി ഉപരോധത്താലും ഇറാനോട് ജയിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊന്നും തന്നെ മറ്റൊരു ചർച്ചയിലൂടെയും മറ്റൊരു സമ്മർദ്ദ നീക്കങ്ങളിലൂടെയും ജയിച്ചെടുക്കാൻ സാധിക്കില്ല എന്നും അബ്ബാസ് അരക്ചി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ചകളിൽ നിന്ന് ഇറാൻ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുമ്പോഴും അമേരിക്ക പരമാവധി ശ്രമിക്കുന്നത് ഇറാനെ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ചുകൊണ്ട് ഒരു കരാറിലെത്തിച്ചേരാൻ മാത്രമാണ്. ഇതിനിടെ യുദ്ധത്തിനെതിരെ അമേരിക്കൻ ജനപ്രതിനിധി സഭ പ്രമേയം പാസാക്കി. ഇറാനെതിരായ യുദ്ധ നടപടികൾക്ക് നിയന്ത്രണം ആവശ്യപ്പെട്ട വാർ പവേഴ്സ് റെസൊല്യൂഷൻ പ്രമേയമാണ് പാസാക്കിയത്. ഇനി സെനറ്റിലും ബില്ല് പാസ്സായാൽ ട്രംപിന് അത് വൻ രാഷ്ട്രീയ തിരിച്ചടിയായി മാറും. അജയ്, അതിനകത്ത് ഒരു ഇതുണ്ടല്ലോ, 208 പ്രമേയത്തിൽ 208 നിന്ന് 215 ഇതാണ് എന്ന് മനസ്സിലാകുന്നു. അതിൽ 4 റിപ്പബ്ലിക്കൻസും കൂടി ചേരുന്നുണ്ട്. സെനറ്റിലേക്ക് പോകുമ്പോഴേക്കും അത് കഴിഞ്ഞിട്ടൊരു നടപടിയും കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ ട്രംപിനൊരു തിരിച്ചടിയാകുമെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ ട്രംപിനൊരു വലിയ തിരിച്ചടി തന്നെയാണ്, അത് നിസ്സംശയം പറയാം. തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ ഇത് ട്രംപിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇതിനു മുൻപേ 4 തവണയും സമാനമായിട്ടുള്ള രീതിയിൽ ജനപ്രതിനിധി സഭയിൽ ഈ യുദ്ധത്തിനെതിരെയുള്ള ഈ ബില്ല് പാസ്സാക്കിയെടുക്കാൻ ശ്രമം നടത്തിയിരുന്നു. അതായത് യുദ്ധത്തിൽ പ്രസിഡന്റിനുള്ള ഒരു അധികാരങ്ങളെ പരിമിതപ്പെടുത്തുന്ന ഒരു ബില്ലാണിത്. അതായത് പ്രസിഡന്റിന് നിലവിലുള്ള ഒരു വാർ പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് പ്രസിഡന്റ് ഒരു വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. പക്ഷേ അതിന് US കോൺഗ്രസ് ഒരു അവസാനത്തെ പെർമിഷൻ ആവശ്യമാണ്. അപ്പോൾ ഈ ട്രംപ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള വിവേചനാധികാരം വെച്ചിട്ടുള്ള ആ ഒരു നീക്കത്തിലൂടെയാണ് ഇപ്പോൾ ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നടപടിയിൽ നിന്ന് ട്രംപിനെ ഒന്ന് പിന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള ഈ ബില്ല് പാസ്സാക്കിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇറാനെതിരെയുള്ള സൈനിക നടപടികളിൽ നിയന്ത്രണം കൊണ്ടുവരാനാണ് ഈ ബില്ല്. ഇത് US കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഇനിമേൽ ഒരു യുദ്ധം ആരംഭിക്കാനാകില്ല എന്നും ഈ ബില്ലിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 4 റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളുടെ പിന്തുണ കൂടി ലഭിച്ചതുകൊണ്ടാണ് ഈ ബില്ല് നിലവിൽ പാസ്സായതെന്ന് നമുക്ക് കാണാനാകും. 208-നെതിരെ 215 വോട്ടുകൾക്കാണ് നിലവിൽ ജനപ്രതിനിധി സഭയിൽ ഈ ബില്ല് പാസ്സായത്. എന്നാൽ US കോൺഗ്രസിൽ മാത്രം ഈ ബില്ല് പാസ്സായാൽ പോരാ. ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇത് സെനറ്റിൽ പാസ്സാവേണ്ടതുണ്ട്. പക്ഷേ സെനറ്റിൽ വലിയൊരു ഭൂരിപക്ഷം അവിടെ ഉള്ളത് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളാണ്. അപ്പോൾ
ആ ഒരു മെജോറിറ്റി വെച്ചുകൊണ്ട് അവിടെ ബില്ല് പാസ്സാക്കി എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സമാനമായിട്ടുള്ള രീതിയിൽ ഒരു ബില്ല് കഴിഞ്ഞ മെയ്യിൽ സെനറ്റിൽ വന്നിരുന്നു. എന്നാൽ യുദ്ധത്തിനെതിരെ വന്ന ആ ബില്ല് സെനറ്റിൽ പരാജയപ്പെടുകയായിരുന്നു. ഇനി സെനറ്റിലും ഈ ബില്ല് പാസ്സായാൽ വേണമെങ്കിൽ ട്രംപിന് തൻ്റെ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ ബില്ലിനെ ഇല്ലാതാക്കാൻ സാധിക്കും. പക്ഷേ ആ ഒരു വീറ്റോയിലേക്ക് ഒക്കെ ഈ ബില്ല് എത്തുമോ എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമാണ്. അതുപോലെ തന്നെ ഈ ബില്ല് പാസ്സാകുന്ന കാര്യത്തിലും സംശയമുണ്ട്. എന്തായാലും ഈ ആദ്യഘട്ടത്തിലെങ്കിലും ഈ ബില്ല് പാസ്സാക്കിയെടുക്കാനായത് ട്രംപിനെതിരെയുള്ള വലിയൊരു രാഷ്ട്രീയ വിജയം തന്നെയാണ്. ഇനി നവംബറിൽ അമേരിക്കയിൽ മിഡ് ടേം ഇലക്ഷൻസ് ആരംഭിക്കാനിരിക്കുന്നത് കൊണ്ട് തന്നെ ട്രംപ് ഒരു വീറ്റോ ഉപയോഗിച്ചുകൊണ്ട് ഈ ബില്ലിനെ തടയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പല അംഗങ്ങൾക്കും ഈ യുദ്ധത്തിൽ വളരെയധികം എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ പാർട്ടി നേതൃത്വത്തെ അവഗണിച്ചുകൊണ്ട് 4 റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ ഈ US കോൺഗ്രസിൽ ഈ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ലെബനനും ഇസ്രായേലിനും ഇടയിൽ നിലനിന്നിരുന്ന വെടിനിർത്തൽ പുതുക്കാൻ ധാരണയായി US നടന്ന ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ഇതിന് പിന്നാലെ രാജ്യാന്തര ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ കുറവും ഉണ്ടായി. അജയ്, വിശദാംശങ്ങൾ. ഹരി, ഈ ലെബനനുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ അത് നേരത്തെ തന്നെ നിലനിൽക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് ശക്തമായിട്ടുള്ള ആക്രമണം മേഖലയിൽ ഇസ്രായേൽ നടത്തി വന്നിരുന്നത്. ഇത് ഹിസ്ബുള്ളയിൽ നിന്നുള്ള തിരിച്ചടികൾക്ക് ബദലായിട്ടാണ് തങ്ങളുടെ ആക്രമണമെന്നാണ് ഇസ്രായേൽ ഒരു ന്യായീകരണമായി പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്തായാലും പുതുതായി ഇപ്പോൾ അമേരിക്കയിൽ നടന്ന ചർച്ചകളിൽ ലെബനുമായി വീണ്ടും ഒരു വെടിനിർത്തൽ കരാർ വന്നിട്ടുണ്ട്. മുൻപത്തെ കരാർ പുതുക്കുകയായിരുന്നു ഇതിലൂടെ ചെയ്തത്. ഇതിലൂടെ കൂടുതൽ കർശനമായിട്ടുള്ള വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇസ്രായേൽ. ഇത് തീർച്ചയായിട്ടും ഹിസ്ബുള്ളയെ നിയന്ത്രിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. ഈ ഒരു പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം ഇസ്രായേലിനും ലെബനനും ഇടയിൽ പുതിയ പൈലറ്റ് സുരക്ഷാ മേഖലകൾ സ്ഥാപിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഈ പൈലറ്റ് സുരക്ഷാ മേഖലകളിൽ ലെബനന്റെ ഔദ്യോഗിക സർക്കാർ നിയന്ത്രിക്കുന്ന സൈന്യമായിരിക്കും ഇവിടങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരിക. ഇപ്പോൾ ഈ ഒരു വ്യവസ്ഥയിലൂടെ ലിദാനി നദിക്ക് തെക്ക് ഭാഗത്തുള്ള പ്രദേശത്ത് നിന്ന് ഹിസ്ബുള്ള സൈനികരെ പൂർണ്ണമായിട്ടും ഒഴിപ്പിക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇസ്രായേലിന് നേരെയുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണമെന്നും ഈ പുതിയ നിർദ്ദേശങ്ങളിൽ പറയുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ, ഈ പറയുന്ന നിർദ്ദേശങ്ങൾ ഒരു പൂർണ്ണമായിട്ടും നടപ്പിലാക്കപ്പെട്ടാൽ മാത്രമേ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിലാകൂ എന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ ഇത് എത്രത്തോളം നടത്തിയെടുക്കാൻ പറ്റും എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ഇപ്പോഴും ഹിസ്ബുള്ള മേഖലയിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വെടിനിർത്തൽ കരാർ പുതുക്കിയതിനെ സംബന്ധിച്ച് ഹിസ്ബുള്ളയുടെ പ്രതികരണവും വന്നിട്ടില്ല. അവർ ഇതിനോട് മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ സംഘർഷം വീണ്ടും തുടരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേൽ മേഖലയിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും അജയാണ് വിശദമായിട്ട് ഓരോ ഘട്ടമായിട്ട് വിശദാംശങ്ങൾ നൽകിയത്.